പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 23-ാം തീയതി വ്യാഴാഴ്ച. കർത്താവെ, നല്ലൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുക്കി പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ ഉണർത്തുന്ന കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ഏറ്റവും എളിമയോടെ വ്യാപരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഇന്നേ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് പ്രത്യേകമാവിധം കരുതണമേ, സംരക്ഷിക്കണമേ. തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഞങ്ങൾക്കങ്ങ് സംരക്ഷണം ഒരുക്കണമേ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വചനം എന്ന് ധ്യാനിക്കാം. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രമാണങ്ങളെല്ലാം പാലിച്ചിട്ടും യുവാവിന് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ തടസ്സമായ എന്തൊക്കെയോ അവൻ്റെ ജീവിതത്തിലുണ്ട്. ഈ തടസ്സങ്ങളെ നമുക്ക് സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാം. ആർക്കും കൊടുക്കാതെ പിടിച്ചു വച്ചിട്ടുള്ള നമ്മുടെ സ്നേഹം, ആരോഗ്യം, സുഹൃത്തുക്കൾ, വസ്തുക്കൾ, ഭൂമി, പണം തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. സ്വാർത്ഥതയുണ്ടായാൽ അവിടെ പങ്കുവെപ്പ് നടക്കില്ല. കർത്താവെ, ഒന്നും വെട്ടിപ്പിടിക്കണമെന്നാഗ്രഹിക്കാതെ എങ്ങനെയെങ്കിലും സ്വർഗരാജ്യത്തിൽ കയറിപ്പറ്റാനുള്ള പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇന്നങ്ങ് സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.